എല്ലാവർക്കും കുക്ക് ഫോർ ഫണ്ണിലോട്ട് സ്വാഗതം. ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ അമർത്തുക. ഇന്നത്തെ റെസിപ്പി ചിക്കൻ പിസ്സയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡോവിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് ലൂക്ക് വാം വാട്ടർ, 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഈസ്റ്റ്, 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, 3.5 കപ്പ് മൈദ. ആദ്യം ഒരു ബൗളിലോട്ട് ലൂക്ക് വാം വാട്ടർ ഒഴിക്കാം. ഇനി ഈ വെള്ളത്തിലോട്ട് ഷുഗറും ഈസ്റ്റും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇത് അടിച്ചു വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലത്തെ ഈസ്റ്റ് ഒന്ന് പൊന്തിയതിന് ശേഷം ഇതിലോട്ട് ഉപ്പും ഒലീവ് ഓയിലും മൈദയും ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് തുടങ്ങാം. ഇത് നല്ലോണം മിക്സാക്കി ഒരു ഡോ ആയിട്ട് വരണം. ഇപ്പോൾ ഇത് നല്ലോണം കുഴച്ചതിന് ശേഷം ഇത് ഇനി വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ആദ്യം ആ ബൗളിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് നല്ലോണം സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ പിസ്സേൻ്റെ ഡോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിസ്സേൻ്റെ ഡോ ചെറുതായിട്ടൊന്ന് കുഴച്ച് ഒന്ന് ഉരുട്ടി വെക്കാം. എന്നിട്ട് ഡോൻ്റെ മേലെ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം. എന്നിട്ട് ആ എണ്ണ ഡോൻ്റെ മേലെ മൊത്തം പരത്തി കൊടുക്കാം. ഇനി ഇത് നല്ലോണം ടൈറ്റായിട്ട് അടിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊരു 1 മണിക്കൂറോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലോ എടുക്കും. ഇതിന് നല്ലോണം പൊന്തി വന്നതിന് ശേഷം ഇതെടുത്ത് കുഴയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊന്തിക്കോളും. അതല്ലാണ്ട് തണുപ്പായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് സമയം പിടിക്കും പൊന്താൻ. ഇനി അത് നല്ലോണം കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ പരത്താം. എന്നിട്ട് അതിന് മേലെ ഈ മാവ് വെക്കാം. അപ്പോൾ ഇത് 2 പിസ്സ ഉണ്ടാക്കാൻ മാത്രമുള്ള മാവുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉരുട്ടി പകുതിയാക്കാം. ഒരു പിസ്സക്കുള്ള ഡോ ഉപയോഗിക്കുമ്പോൾ മറ്റേ ഡോ മാറ്റി വെച്ചിട്ട് അത് മൂടി വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ പിസ്സ ടോപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പിസ്സ സോസ്, മൊസറല്ല ചീസ്, വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ, പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികൾ ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ബ്ലാക്ക് ഒലീവ്സും വൈറ്റ് ഓണിയനുമാണ്. അപ്പോൾ ആദ്യം ഓവൻ 450 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യാം. ഞാനിവിടെ 16 ഇഞ്ചിൻ്റെ പിസ്സ പാനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം അതിന് മേലെ ഒലീവ് ഓയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് അതിന് മുകളിൽ പിസ്സ ഡോ എടുത്തിട്ട് നല്ലോണം പരത്താം. അത് നല്ലോണം പരത്തിയതിന് ശേഷം അതിന് മേലെ ആദ്യം പിസ്സ സോസ് ഒഴിക്കാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പിസ്സ സോസാണ്. പിസ്സ സോസ് ഫുള്ളായിട്ട് നല്ലോണം ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഫുള്ള് ചീസ് സ്പ്രെഡ് ചെയ്യാം. ഇനി അതിന് മുകളിൽ ക്രഷ്ഡ് റെഡ് പെപ്പർ, അല്ലെങ്കിൽ ഇതിന് ചില്ലി ഫ്ലേക്സ് എന്നും പറയും, അതാദ്യം സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഒറിഗാനോ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിന് മുകളിൽ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പച്ച ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം, ബ്ലാക്ക് ഒലീവ്സും വെള്ള ഉള്ളിയുമാണ്. അപ്പോൾ അതെല്ലാം ഇതിന് മേലെ ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ചും കൂടെ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മേലെ കുറച്ചും കൂടെ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റ് 450 ഡിഗ്രി ഫാരൻഹീറ്റിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ പിസ്സ റെഡി ആയിരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴ്ത്ത് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഈ ചാനലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണം അമർത്തുക. ഇൻസ്റ്റഗ്രാമിൽ കുക്ക് ഫോർ ഫൺ എന്ന പേജിലും ഫോളോ ചെയ്യുക. താങ്ക് യു.